റിനു ശ്രീധറും ചേരുകയാണ്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പോർച്ചുഗലിനെ വിറപ്പിച്ച ഒരു മത്സരമാണ്. പെരിസിച്ചിന്റെ ആദ്യ ഗോൾ, അതിനുശേഷം ഓഫ് സൈഡായി പോയി ഗോളാകുമായിരുന്ന ഒരു ഗോൾ ക്രൊയേഷ്യക്കുണ്ടായിരുന്നു. ഒടുവിൽ ആ ഒരു പെനാൽറ്റിയിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളി ഏകദേശം തിരിച്ചു പിടിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഇനി ഒരു അവസ്ഥ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് ദിൽന. പറഞ്ഞതുപോലെ തന്നെ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് പോർച്ചുഗൽ. ആദ്യം ലീഡെടുത്തത് ക്രൊയേഷ്യയാണ്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളുടെയും ഒരു ഡീസന്റ് ഗെയിം എന്ന് മാത്രം വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പോർച്ചുഗലിന് തന്നെയായിരുന്നു പന്തടക്കത്തിലും ഷോട്ടുകളുടെ എണ്ണത്തിലും ഒക്കെ തന്നെ മുന്നിട്ട് നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഗോൾ മാത്രം വന്നില്ല. ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ടിയിരുന്നില്ല. കമന്റേറ്റേഴ്സ് ഒക്കെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡീസന്റ് ഹാഫ് കളിച്ച് തന്നെയാണ് ക്രൊയേഷ്യ മടങ്ങിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ക്രൊയേഷ്യയുടെ തുടരെയുള്ള ആക്രമണങ്ങളാണ് അവിടെ കണ്ടത്. ക്രൊയേഷ്യ ഒടുവിൽ അവർ ഡിസർവ് ചെയ്ത ഗോൾ 53-ാം മിനിറ്റിൽ വരികയും ചെയ്തു. ഇവാൻ പെരിസിച്ചിലൂടെ മാർക്ക് ചെയ്യാതെ കിടന്ന് ഇവാൻ പെരിസിച്ച് കൃത്യമായി ആ പന്ത് വലയിലെത്തിച്ച് അങ്ങനെ നിർണായക ലീഡ് കൊടുത്തു. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു അവസരം വന്നതാണ്, പക്ഷേ അത് ഡിസലവ് ചെയ്യുകയുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ പോർച്ചുഗലിനെ അവരെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ഗെയിം, അല്ലെങ്കിൽ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പ് ആയേക്കാം. അവിടെ അദ്ദേഹത്തിന് ലോക കിരീടം വേണമെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് മുന്നോട്ട് പോയേ പറ്റൂ എന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു നിർണായകമായ 4 മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ബ്രൂണോ ഫെർണാണ്ടസും വിറ്റിനിയും അടക്കമുള്ള താരങ്ങളെ പിൻവലിച്ച ബെർണാർഡോ സിൽവയൊക്കെ കൊണ്ടുവന്ന് അത് ഈ മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിലേക്ക് വന്നതോടുകൂടി പോർച്ചുഗൽ ഒന്നുകൂടി ഉണർന്ന് കളിക്കുന്ന കാഴ്ച കണ്ടു. അതിന് ഒടുവിൽ ഫലമുണ്ടായത് അവരുടെ തുടരെ ആക്രമണങ്ങൾ. അതിനിടയ്ക്ക് ബോക്സിനിൽ വേഗയെ വീഴ്ത്തിയതിന് കിട്ടിയ ഒരു പെനാൽറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ കൃത്യമായി പന്ത് വലയിലെത്തിക്കുന്നു. ലിവാക്കോവിച്ചിനെ മറ്റൊരു സൈഡിലേക്ക് വിട്ട് അദ്ദേഹം പന്ത് പോസ്റ്റിൻ്റെ വലതുമൂലയിലേക്ക് അടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ റൊണാൾഡോയുടെ ലോകകപ്പ് ചരിത്രത്തിലെ 11ാം ഗോളാണ് ഈ ലോകകപ്പിലെ 3ാമത്തെ ഗോളും. ഇപ്പോൾ മത്സരം 73-ാം മിനിറ്റിലൊക്കെ തന്നെ കഴിയുമ്പോൾ ഇരു ടീമുകളും 1-1 എന്നതാണ് നിലയിലാണ് സ്കോർ പോകുന്നത്. ഇനിയൊരു ഈ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഒരു ഗോൾ വരുമോ അതോ എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റിയിലേക്കോ പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത്. രണ്ട് ടീമിനും 2 മികച്ച ഗോൾ കീപ്പർമാരാണുള്ളത്. ലിവാക്കോവിച്ച് നേരത്തെ തന്നെ ഈ പെനാൽറ്റി തടുക്കുന്നതിലൊക്കെ തന്നെ അതിവിദഗ്ധനാണ്. അങ്ങനെയെങ്കിൽ പോർച്ചുഗലിനെ പോലെ ടീം അത് പേടിക്കേണ്ടതുണ്ട്. കോസ്റ്റ്യൂം ഒട്ടും തന്നെ മോശമല്ല. അപ്പോൾ മത്സരം ഇപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരു തുല്യത പാലിക്കുന്നു, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇരു ടീമുകളും ഓരോ ഗോൾ കൊണ്ട് അതിനെ ന്യായീകരിക്കുന്നുമുണ്ട്. ക്രിസ്റ്റീന, ദില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.